ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ നേരുന്നു. നിങ്ങളുടെ സ്വന്തം എൻ്റെ ജീവിതം. അങ്ങനെയല്ലേ? അങ്ങനെ പോരെ? അങ്ങനെ മതി. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ പറയാം. നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, യൂട്യൂബ് ഇങ്ങനെ മറയ്ക്കുമ്പോൾ എൻ്റെ ജീവിതം എന്ന് കാണും ചാനൽ. അപ്പം നിങ്ങൾ എൻ്റെ ജീവിതവും അതേ ചാനലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ തമ്മിൽ കാണും. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ നിങ്ങൾ തോന്നുക, നിങ്ങൾ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് തരുക, കമൻറ്റ് തരുക, ഷെയർ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നതാണ് എനിക്ക് ഉറപ്പിൻ്റെ ഉറപ്പല്ല, ശരിയായ ഉറപ്പ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വിലയിരുത്തുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അത് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? ഇനി ഒരുപാട് വീഡിയോകളുമായിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ കടന്ന് വരണ്ടേ എന്ന് ചിന്ത. അപ്പം നമ്മളെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മളെ സ്റ്റുഡിയോ. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂട്യൂബ് തുറന്നിട്ടാകുമ്പോൾ ചാനൽ കണ്ടിട്ടാകുമ്പോൾ നിങ്ങളത് ഓപ്പണാക്കി അതിൻ്റെ അകത്ത് സൈഡിൽ കാണും സബ്സ്ക്രൈബർ ചെയ്യാണ്ട് ബെല്ലൈക്കൺ ഉണ്ടാവും. അത് നിങ്ങൾ തരുക. ഓരോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരുക. അതിന് അടിയിൽ കമൻറ്റ് തരുക. കമൻറ്റ് ബോക്സ് ഉണ്ട്, കമൻറ്റ് തരുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് തരുക. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ അപേക്ഷിക്കുന്നില്ല, അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നത് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന്. ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ചെയ്യാൻ മറക്കരുത്, പ്രോത്സാഹിപ്പിക്കുക. പോയി കണ്ടോ, മഴ പെയ്തു, മാനം തെളിഞ്ഞ നേരം. നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ അതിസുന്ദരമായ മഴയായിരുന്നു കേട്ടോ. പ്രകൃതിയെല്ലാം, പൂക്കളെല്ലാം നിറഞ്ഞ്, വണ്ടുകളെല്ലാം ചുറ്റി കളിക്കുന്നുണ്ട്. വണ്ടുകളേ, തേൻ വണ്ടുകളേ. അതിൻ്റെ തേനെ കുടിക്കാൻ വേണ്ടി വന്നതാണ്. മഴ പോയേരം പൂക്കളെല്ലാം വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായി, തേന് കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ തേന് വണ്ട് കുടിക്കട്ടെ, വണ്ട് തേനിയെ കുടിക്കട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ വന്നത് കാര്യം പറയാം. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ ഒരു കാറ് പോകുന്നുണ്ട് കേട്ടോ. പോട്ടെ, അവരവരെ പണിയെടുക്കട്ടെ, നമുക്ക് നമ്മളെ പണിയെടുക്കല്ലേ. അപ്പം ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. എന്താണെന്ന് വെച്ചാൽ, ഇത് തുലാമാസം തുലാപ്പത്ത് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ തുലാമാസം ഭയങ്കരമായിട്ട് ഇടിയുണ്ടാവും, മിന്നലുണ്ടാവും, ഭയങ്കരമായിട്ട് മഴയുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം തരണം ചെയ്യണേ എല്ലാവരും. അപ്പം അധികം ഈ മഴക്കാറ് ഈ തുലാമാസം പെയ്യുന്നത് വൈകുന്നേരമാണ്. ഉച്ച കഴിഞ്ഞ് അതിന് ശേഷം മുതൽ വൈകുന്നേരം രാത്രി ഒക്കെ മഴ കിട്ടും. അതുപോലെ തന്നെ മിന്നലും ഉണ്ടാവും, ഇടിയും ഉണ്ടാവും, ശക്തമായ മിന്നലും ഇടിയും ഉണ്ടാവും. അപ്പം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ ജോലിക്കെല്ലാം പോകുന്നവരെങ്കിൽ കുടയെടുക്കാൻ മറക്കരുത്. സ്കൂട്ടർ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ കോട്ടെടുക്കാൻ മറക്കരുത്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പെട്ടെന്ന് മഴ വരിക. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടർ എടുത്തവരാണെങ്കിൽ പിന്നെ സ്കൂട്ടർ എന്തിനാണ് എടുക്കുന്നത്? പെട്ടെന്ന് വീട്ടിൽ പോകാൻ. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നാലോ, മഴ പെയ്തിട്ട് കോട്ടില്ലെങ്കിൽ പോയില്ലേ? അതുകൊണ്ട് ഇപ്പം തന്നെ കോട്ടെടുത്തിട്ട് വണ്ടിയിൽ സീറ്റിൻ്റെ അടിയിൽ വെച്ച് പോകാം. അതുപോലെ തന്നെ കുടയെടുക്കാൻ മറക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ കുടയെടുത്ത് നിങ്ങളുടെ ടേബിളിൻ്റെ മേലെ, റൂമിലെ ടേബിളിൻ്റെ മേലെ എടുത്ത് വെച്ചോളാം. പറഞ്ഞാൽ മനസ്സിലായല്ല? അപ്പം നിങ്ങളെന്ത് വേണം, ഇപ്പം തന്നെ കുടയെടുത്ത് വെക്കുക. ഇതാവും. പിന്നെ മിന്നലുള്ള സമയത്ത് പുറത്തിറങ്ങരുത്. ഇങ്ങനെ നിങ്ങളേക്ക് മിന്നലുള്ള സമയത്ത് കാറും സ്കൂട്ടർ ഓട്ടോ അല്ലെങ്കിൽ ബസ്സും എല്ലാം നേരത്തിൽ ഇങ്ങനെ ഓടുന്നില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല പറയേണ്ടത്. മിന്നലുള്ള സമയത്ത് ചുമരിൻ്റെ അടുത്ത് ഇരിക്കരുത്, കറണ്ടിൻ്റെ സ്വിച്ചിൻ്റെ അടുത്ത് ഇരിക്കരുത്,
ഫ്രിഡ്ജ്, TV അങ്ങനെയൊക്കെ ഒന്നും പ്രവർത്തിപ്പിക്കരുത്. വളരെ ശ്രദ്ധിക്കണം, കരുതൽ വേണം. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ലൈനിൻ്റെ കുണ്ടക്ക് അടുത്ത് നിൽക്കരുത്. ഇങ്ങനെയൊക്കെയുണ്ട്. വലിയ മിന്നൽ വരുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ പരിപാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതെന്തിനാണെന്ന് പറയാം, ഓർമ്മ വരാമെന്ന്, ഓർമ്മപ്പെടുത്തല്ല. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ശരിയാ, കോട്ട് എടുത്ത് വെക്കണം, മിന്നൽ വരുന്നുണ്ട്, ഫോൺ ഓഫാക്കണം, TV, ഫ്രിഡ്ജ് എല്ലാം ഓഫാക്കാൻ ബോധം വരും അല്ലേ, ഓർമ്മ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ, പല കോലത്തിൽ വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും സന്ധിക്കും വരെ